അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. മുഹറം മാസത്തിൽ മക്കയിലും മദീനയിലും നടന്ന ലോകാത്ഭുതം ഞാൻ അങ്ങനെ തന്നെ പറയും. ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇതുപോലെ ഒരു കാഴ്ച മാഷാ അല്ലാഹ് ഒരിക്കലും കാണാൻ കഴിയില്ല. ഈ ഒരു മാസത്തിൽ അവിടെ നടന്ന അത്ഭുതങ്ങൾ പറയുമ്പോൾ ഏതൊരു വിശ്വാസിയുടെ ഉള്ളിലും ഈമാൻ വർദ്ധിക്കും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അതിനു മുൻപ് നമ്മളൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ കാന്തപുരം ഉസ്താദ് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ആഹ്വാനം കൊടുത്തിരുന്നു. ഗാസയിൽ അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഗാസ ഏറ്റെടുക്കാൻ പോവാണ് ഇസ്രായേൽ. സൈനികമായി പൂർണ്ണമായിട്ട് നടപടികളുമായിട്ട് ഗാസ പൂർണ്ണമായിട്ട് അവർ ഏറ്റെടുത്ത് മറ്റാർക്കോ കൈമാറുന്ന രീതിയിലേക്കാണ്. ഒരുപക്ഷെ അത് മറ്റേതെങ്കിലും പലസ്തീൻ വിഭാഗത്തിനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഭരിക്കാം. അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു കാഴ്ച. ഈ സാഹചര്യത്തിലാണ് കാന്തപുരം ഉസ്താദ് ഒരു കാര്യം ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച, അതായത് നാളെ, നമ്മളെല്ലാവരും പ്രാർത്ഥനാ ദിനമായിട്ട് കൊണ്ടാടുകയും ഒരു സുന്നത്ത് നോമ്പ് എടുത്തിട്ട് പ്രാർത്ഥിക്കുകയും വേണമെന്നുള്ളത് കാന്തപുരം ഉസ്താദ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ എന്ന അനുയായികൾ വിളിക്കുന്ന ആ മഹാപണ്ഡിതരുടെ ആഹ്വാനമുണ്ട്. നമ്മളെല്ലാവരും കഴിയുന്ന ആളുകൾ ഇത്തരമൊരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയണം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെ അഭിപ്രായം ഒരു പക്ഷേ ഉൾക്കൊള്ളുന്ന, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവാം, അദ്ദേഹത്തോട് ഒരു തരത്തിലും പ്രതിബദ്ധതയില്ലാത്ത ആളുകളുണ്ടാവാം. എന്തായാലും ഗാസക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രാർത്ഥന എന്നുള്ളത് ഇന്നത്തെ സമയത്ത് അത്യാവശ്യമായ ഒന്നാണ്. പരമാവധി കഴിയുന്ന ഒരാളുകൾ ആ ഒരു ആഹ്വാനം നമ്മളും ചെവികൊള്ളുക. കഴിയുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരു ശീലമുള്ള ആളുകളായിരിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രം പോരാ, ശരിക്കും അറബ് രാജ്യങ്ങളൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ്. കാരണം അവിടുത്തെ കുഞ്ഞുങ്ങളെ, അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒഴുതുമില്ല, സങ്കടം തോന്നുകയാണ്. പട്ടിണി കിടന്നിട്ടും ജനിതക രോഗങ്ങളായിട്ടും ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളെ വരെ കൊന്നൊടുക്കണം. ആ സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു പണ്ഡിതൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, ആഹ്വാനം നൽകിയിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നോമ്പെടുക്കാനും. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ആ ഒരു മക്കയിലും അതേപോലെ മദീനയിലും നടന്ന ഒരു മാസം നടന്ന ഒരു അത്ഭുതത്തിൻ്റെ കാര്യം പറയും മുൻപ് ഗൗരവപ്പെട്ട മറ്റൊരു കാര്യവും കൂടി പറയാനുണ്ട്. യമനിൽ നിമിഷപ്രിയ, ഞാൻ പലപ്പോഴും നിമിഷാപ്രിയ എന്നാണ് ഞാൻ പറയൽ. പലരും ചൂണ്ടിക്കാണിക്കലുണ്ട് നിമിഷാപ്രിയ അല്ല നിമിഷപ്രിയ. ആ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് ഈ തലാലിൻ്റെ കുടുംബം, സഹോദരൻ അബ്ദുൽ ഫത്താഹ് അറ്റോർണി ജനറലിനെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ട് കാണും. അതായത് വധശിക്ഷ തൽക്കാലം കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലിനെ തുടർന്നിട്ട് നീട്ടിവെച്ചു. നമ്മളൊക്കെ അറിഞ്ഞു. ഈ ഒരു ഇടപെടലിനെ തുടർന്ന് നീട്ടിവെച്ചതിന് ഉടൻ തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ തലാലിൻ്റെ സഹോദരൻ. ഒരു നിലക്കും ഞങ്ങൾക്കുമായിട്ട് ചർച്ച വേണ്ട, ഞങ്ങൾക്ക് ബ്ലഡ് പണി വേണ്ട. നിമിഷപ്രിയ എന്ന പേരുള്ള ആ ഒരു സ്വന്തം സഹോദരനെ കൊന്ന ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയെ ഉടൻ തന്നെ ആ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു തലാലിൻ്റെ സഹോദരൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വിവരത്തിലുള്ളത്. അറ്റോർണി ജനറൽ അയാൾ നേരിൽ കാണുകയും കോടതിയോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കണം, അതല്ല ആഴ്ചകൾക്ക് മുൻപ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ വധശിക്ഷ നിർത്തലാക്കാൻ തീരുമാനിച്ചതല്ല. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, കേന്ദ്രം ഇത് 5 തവണ തള്ളിക്കളഞ്ഞതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ കാന്തപുരം ഉസ്താദിനുള്ള റെസ്പെക്റ്റ് കൊണ്ടും കാന്തപുരം ഉസ്താദിനുള്ള വിശ്വാസം കൊണ്ടും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാന്തപുരം ഉസ്താദ് പറഞ്ഞതായിരിക്കും ശരി. പിന്നെ എന്തുകൊണ്ടാണ് അതൊരു പക്ഷേ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇല്ലാതെ തന്നെ മർക്കസിൻ്റെ ഓഫീസ് അങ്ങനെ പറഞ്ഞത്? അതാണ് ഒരു പക്ഷേ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയത്. അപ്പോൾ കാന്തപുരം ഉസ്താദ് അന്ന് പറഞ്ഞിരുന്നത് ഈ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു വധശിക്ഷ റദ്ദാക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്, ഒഫീഷ്യലി 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങുന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 ആഴ്ചയായി, ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഇത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉസ്താദിനെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഞാൻ അന്നും പറയുന്നുണ്ട് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉസ്താദ് ഇടപെടാതിരിക്കലായിരിക്കും നല്ലത്. കാരണം അങ്ങനത്തെ ഒരു ചീപ്പ് കേസായിട്ട് മാറിയിരിക്കണം. ആ ഒരു നിമിഷപ്രിയയുടെ ഭർത്താവ്, നിമിഷപ്രിയയുടെ മകള്, നിമിഷപ്രിയയുടെ അമ്മ, ഇതൊന്നും കാന്തപുരം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും ആരുടെയും സപ്പോർട്ട് ഇല്ലാത്ത ഉസ്താദ് ഈ കാര്യങ്ങൾ ചെയ്യും. ഉസ്താദ് ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമോ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോ സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നുമല്ല. ഒരാളെ കൂടെ താമസിക്കുന്ന ഒരാളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ഇങ്ങനെ അവരുടെ സപ്പോർട്ടില്ലാതെ നിൽക്കണം. അപ്പോൾ ആ ഒരു നിമിഷപ്രിയയുടെ ഭർത്താവും മകളൊക്കെ കൂടെ നിൽക്കുന്ന ഒരു പോൾ എന്ന് പേരുള്ള ഒരു ഡോക്ടർ പോൾ, അയാൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞ ഉസ്താദിനെതിരെ പറയുന്നതല്ല. ഇപ്പം ഇന്നലെ പറയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പുറത്താക്കണം, മാതൃഭൂമി ഞാൻ പൊട്ടിക്കും, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഞാൻ ഒഴിവാക്കും. അയാൾക്ക് തലക്ക് സുഖമില്ല. ഇങ്ങനെ തലക്ക് സുഖമില്ലാത്ത ഒരാളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അവർ തന്നെയാണ് ഈ ഉസ്താദിനെ കുറ്റം പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പലരും പറയണത് ഇതൊക്കെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇല്ലാതെ പുറത്ത് പറയരുതായിരുന്നു. ഉസ്താദിനോട് നമുക്ക് ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം, നമ്മളങ്ങനെ കരുതാം. നമുക്കിപ്പോൾ നിലവിലുള്ള തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഉസ്താദിന് ഈ വിഷയത്തിൽ ഇടപെടിച്ച ആളുകൾ ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ,
അതെല്ലാം ഒരു പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ട് അറിയിച്ചതാണ്. അപ്പോൾ ഒരു റദ്ദാക്കാൻ തീരുമാനിച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് പിന്മാറാനൊന്നും സാധ്യതയില്ല. എന്നാലും നിമിഷപ്രിയ നമ്മുടെ ഒരു എയിമല്ല. ഇനി അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന ഒരു സഹോദരൻക്ക് ഇതിൽ എന്താ റോൾ എന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തുള്ളത് അബ്ദുൽ ഫത്താഹിനാണ്. നിയമപരമായിട്ട് അങ്ങനെ തന്നെ കൊടുത്തുള്ളത്. വാപ്പി ഉമ്മി അടങ്ങുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഇനി യാതൊരുവിധ അനുരഞ്ജനം ചർച്ചയും വേണ്ട, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ ഞങ്ങളുടെ ഈ സഹോദരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് അറ്റോർണി ജനറലിനെ കണ്ടിട്ട് ഈ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണം എന്നുള്ളത്. കാര്യം ഉറപ്പാണ്. ഉസ്താദിൻ്റെ ഇടപെടൽ കാരണമാണ് ആ വധശിക്ഷ നീട്ടിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു യുവ MLA ആണിത് അട്ടിമറിക്കുന്നു എന്നൊക്കെയാണ് ആരോപണം. അത് ചാണ്ടി ഉമ്മനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതാകെ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ്. ഇത് പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ്, പരസ്പരം വിഴുപ്പലക്കലുകളാണ്. എന്തിനാണ് ഈ ചീപ്പ് കേസിൽ പോയിട്ട് ഉസ്താദ് പോയിട്ട് വീടുന്നത്? ഉസ്താദിനൊരു നിലയും വിലയൊക്കെ ഉണ്ട്. ഉസ്താദ് ഇതുപോലെയുള്ള ഒരു തരത്തിലും ബന്ധമില്ലാത്ത, ഒരു തരത്തിലും സ്നേഹമില്ലാത്ത, ഒരു തരത്തിലും ഐക്യമില്ലാത്ത ഒരു കേസിലൊക്കെ പോയി ചാടിയിട്ട് ഈ ഒരു പ്രായമായൊരു കാലത്ത് ഉസ്താദിൻ്റെ റെസ്പെക്റ്റ് പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് അവരുടെ ആളുകൾ തന്നെ പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്തായാലും അതിൻ്റെ ഹൈർ പോലെ നടക്കട്ടെ, നമുക്ക് അത്രേ പറയുന്നത്. നിമിഷപ്രിയനെ മോചിപ്പിക്കലൊന്നല്ല കേരളത്തിൻ്റെ ആവശ്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മക്കയിലും മദീനയിലും ഒക്കെ വന്ന ഒരു അത്ഭുതം എന്ന് വെച്ചാൽ ഈ ഒരു മുഹറം മാസത്തിൽ 6 കോടി വിശ്വാസികളാണ് മക്കയിലും മദീനയിലും എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ലോകത്ത് ഒരു വിശ്വാസ കേന്ദ്രം, ഒരു ആരാധനാ കേന്ദ്രത്തിൽ ഇതുപോലെ പ്രണയാതുരമായിട്ട് അത് കാണാൻ പോകുന്ന വിശ്വാസി കൂട്ടങ്ങൾ വേറെ എവിടെ ഉണ്ടാവുക? പടച്ചറബേ, ആ 6 കോടിയിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം ഒന്ന് പങ്കുവെക്കണം. ഞാൻ ഇത്തവണ ഉംറക്ക് പോയിട്ടുണ്ട്, ഞങ്ങളവിടെ പോയിട്ടുണ്ട്. അതിലിപ്പോൾ ഉംറക്ക് പോയവരും അല്ലാത്തവരൊക്കെ പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തവണ ഈ മുഹറം മാസത്തിൽ ഉംറ പോയ ആളുകളുണ്ടെങ്കിൽ ആ വിവരം സന്തോഷങ്ങളൊന്ന് പങ്കുവെക്കുക. ഇപ്പോൾ എൻ്റെ ഉസ്താദ് ഇപ്പോൾ ഇന്നലെ മദീനത്ത് നിന്ന് ഇന്ന് വന്നിക്കാണ്. ഞാനിപ്പോൾ ഉസ്താദിനെ കാണാൻ പോകുന്നത്. ആ സന്തോഷങ്ങൾ കേൾക്കാൻ തന്നെ പോവാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഉസ്താദ് മദീനത്തായിരുന്നു. മക്കയും കഴിഞ്ഞ് മദീനയിൽ പോയി, റൗദ ഷരീഫിൽ പോയി, ഹബീബായ നബിയുടെ ഉമ്മാൻ്റെ കബറിങ്ങിലൊക്കെ പോയിട്ട് ആ സന്തോഷം പങ്കുവെക്കാൻ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഈ വീഡിയോ എടുത്തിട്ട് ഞാണ്ട് പോവാണ്. ഉസ്താദിനെ കാണാൻ പോവാണ്, ഉസ്താദിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ പോവാണ്. നമ്മൾ ഈ മക്കയും മദീനയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ മക്കയും മദീനയും കണ്ടൊരു പ്രതീതിയാണ് മാഷാ അല്ലാഹ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊരു റബീഉൽ അവ്വലിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇത്തവണ മുഹറം മാസത്തിൽ അവിടെ കഴിഞ്ഞ് ഉംറക്കൊക്കെ കഴിഞ്ഞ് പോയ ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ആരൊക്കെ അവിടെ ഉണ്ട്, ഈ വീഡിയോ മക്കത്തു നിന്നും മദീനത്തും കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് പ്രത്യേകം പറയണേ. മാഷാ അല്ലാഹ്, നിങ്ങൾ ഞങ്ങളെ ദുആലൊക്കെ ഉൾപ്പെടുത്തണേ. ഈ ഒരു വിസാൽ മീഡിയ കാണുന്ന കുടുംബത്തിന് എല്ലാവർക്കും മക്കയും മദീനയും കാണാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഈ ഒരു റബീഉൽ അവ്വലിൽ നമ്മൾ പരമാവധി സ്വലാത്തുകൾ ചെല്ലുക. ആ സ്വലാത്തുകൾ നമുക്ക് നൽകുന്ന ഒരു പുണ്യമുണ്ട്, ഒരു കവചുണ്ട്, ഒരു പ്രത്യേകമായൊരു പരിരക്ഷയുണ്ട്. മാഷാ അല്ലാഹ്, എത്ര സ്വലാത്തുകൾ ചെല്ലിയാലും മതിയാവില്ല. ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇത്രയും ആവേശത്തോട് കൂടിയിട്ട് ഒരു മാസം 6 കോടി ആളുകളൊക്കെ, അതും പ്രത്യേകമായിട്ടൊരു സമയമൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി പോകുന്ന ഒരു ആരാധനാ കേന്ദ്രം ലോകത്തവിടെ ഉള്ളത്, അതും ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പ്രഖ്യാപിച്ച മദീന. മാഷാ അല്ലാഹ്, ഈ ഒരു കാഴ്ച, ഈ ഒരു സന്തോഷം, അതാണ് നമ്മൾ ഉൾക്കൊള്ളുക. എന്നെങ്കിലും ഒരിക്കൽ ആ പുണ്യ നഗരിയിൽ നമുക്കും ചെല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ചെന്ന് കഴിഞ്ഞവർ മഹാഭാഗ്യവാന്മാർ, ചെല്ലാനുള്ളവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്നുള്ള അതൊക്കെ ഒരു തൗഫീഖാണ്. അത് നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലാഹു അതൊക്കെ മാറ്റി തന്നിട്ട് മനസ്സുകൊണ്ട് നമ്മൾ പോവുക. അതിന് പ്രത്യേക ആശ വേണ്ടല്ലോ. മനസ്സുകൊണ്ട് നമ്മൾ മദീനയിൽ ചെല്ലുക. മദീനയിലെ സുന്ദരമായ നഗരം കാണാൻ, ഹബീബായ നബിയെ കാണുമ്പോൾ അസ്സലാമു അലൈക യാ അയ്യുഹൻ നബി നമ്മൾ പ്രാർത്ഥിക്കാം. ഹബീബായ നബിയോട് സലാം പറയാ. ആ റൗള ഷരീഫിൻ്റെ ആ ഒരു നറുമണം, മാഷാ അല്ലാഹ്, അതൊക്കെ നമുക്ക് കേൾക്കാനും കാണാനും കൽബിയായിട്ട് ആസ്വദിക്കാനും കൽബിയായിട്ട് കേൾക്കാനും നമുക്ക് കഴിയാന്നുള്ള ഏറ്റവും ചിലരൊക്കെ അവിടെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഫിസിക്കലി അവിടെ ഉണ്ട്, കൽബ് അവിടെ അല്ല. പിന്നെ ഇപ്പം എന്താ കാര്യമുള്ളത്? നമ്മളവിടെ ഫിസിക്കലി പോകാൻ കഴിഞ്ഞിട്ടില്ല, കൽബ് കൊണ്ട് നമ്മൾ അവിടെ ഉണ്ട്, മക്കത്തുണ്ട്, മദീനത്തുണ്ട്. മാഷാ അല്ലാഹ്, അത് മതി. അതാണ് എല്ലാവർക്കും അവിടെ എത്തണമല്ലോ. ചിലർ കൽബിയായിട്ട് എത്തും, ചിലർ ഫിസിക്കലി ആയിട്ട് എത്തും, ചിലർ രണ്ടും കൂടി എത്തും. കൽബ് അവിടെ ഉണ്ട്, ഫിസിക്കലി നമ്മുടെ ബോഡി അവിടെ ഉണ്ട്. അതിൽ കൂടിയാൽ മഹാഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ സന്തോഷം പങ്കുവെക്കണം. കൂട്ടത്തിൽ ഗാസയിലെ ആ ഒരു പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, ഗാസയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാന്തപുരം ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യാനും നോമ്പെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് നമ്മളൊക്കെ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച കോളേജൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എടുക്കണം എന്നുണ്ട്. എന്തായാലും കഴിയുന്ന ആളുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മദീനത്തുള്ള പോയ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ വീഡിയോ പറയൽ കഴിഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടി മദീനത്ത് പോയത്. നേരെ മദീനത്ത് നിന്ന് കണ്ട് നേരെ കണ്ട് വരുന്നത്, ഫ്ലൈറ്റ് ഇറങ്ങി വന്ന ഉസ്താദ് വരുന്ന നേരെ പോയി കാണാൻ, സംസാരിക്കുക, അനുഭവങ്ങൾ കേൾക്കുക, അനുഭവിച്ചറിയുക, കൽബിയായിട്ട് മദീന ഒന്നുകൂടെ കാണുക, ഹബീബായ നബിയെ കാണുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ കാണാൻ വന്നവർ, അവിടെ പോയി വന്ന ആളുകളെയൊക്കെ കാണലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഹൈറാണ്.
അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു സന്തോഷ വാർത്തയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.